കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമാണ് എന്നുള്ളതിനെക്കുറിച്ച്. കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്ത് വീഡിയോ ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അപ്പോൾ പറയാണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമായിരുന്നു. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അത് ഒത്തിരി ഇൻഫോർമേറ്റീവായൊരു വീഡിയോ ആണ്. മുന്നോട്ടേക്ക് UAE ജോലി ചെയ്തു പോകാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. നമ്മുടെ UAE ഒരുപാട് കുട്ടികൾ ജോബ് അന്വേഷിച്ച് വരുന്നുണ്ട്. കുറേ പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. കുറേ പേർക്ക് ജോലി നല്ല ബെറ്റർ ജോബിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കിട്ടുന്ന ചെറിയ ജോലികളാണെങ്കിൽ അതിന് കയറാണ്ട് നല്ല ബെറ്റർ ജോലിക്ക് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ, ഇന്ത്യൻ നാഷണാലിറ്റി ആയ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ UAE ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ നല്ലൊരു ഹോസ്പിറ്റൽ ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 വർഷം 3 വർഷമായിട്ടും ആ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു സാലറി ഹൈക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ജോലി കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഇതുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ നിങ്ങൾ റെസിഗ്നേഷൻ ചെയ്യരുത്. നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാലറി തീർച്ചയായിട്ടും നമുക്കത് വേണം. പക്ഷേ സാലറിൻ്റെ പുറകെ മാത്രം നമ്മൾ പോയി അത് മാത്രം കണ്ടിട്ട് നമ്മൾ റിസൈൻ ചെയ്താൽ ഇന്നത്തെ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ ഇനിയൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു ജോലി നമ്മുടെ ഇന്ത്യൻ നാഷണാലിറ്റിയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ UAE എല്ലാ രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരുടെ വിസ ഈക്വലായിട്ട് ഉണ്ടാവണം എന്നുള്ളത്. അതെല്ലാ മേഖലയിലും അങ്ങനെയാണ്, ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മലയാളി പിള്ളേർ, ഇന്ത്യ എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളി പിള്ളേരാണ് ഏറ്റവും കൂടുതൽ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നത്. ഒപ്പം തന്നെ ഫിലിപ്പീൻ നാഷണാലിറ്റികളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാർ ജോലി അന്വേഷിച്ച് UAE വന്നുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻസ് ആയിക്കോട്ടെ, യൂറോപ്യൻസ് ആയിക്കോട്ടെ, ശ്രീലങ്കൻ ആയിക്കോട്ടെ, നേപ്പാൾ, ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് അറബ് നാഷണാലിറ്റീസ്. ഈ അറബ് നാഷണാലിറ്റി അടക്കമുള്ള ഇവർ പുതിയ കുട്ടികൾ, ഒരുപാട് പുതിയ നേഴ്സിംഗ് കോളേജുകൾ UAE സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിവിടെ ജോലി കൊടുക്കേണ്ടത്, ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ നാഷണാലിറ്റി റിസൈൻ ചെയ്താൽ അതിലേക്ക് മറ്റൊരു ഇന്ത്യക്കാരനെ ഒരിക്കലും അവരെടുക്കില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരാൾ റിസൈൻ ചെയ്താൽ അതിലേക്ക് വരുന്നത് ഒരു അറബ് നാഷണാലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അറബ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഏത് നാഷണാലിറ്റിയാണോ കുറവ് ആ നാഷണാലിറ്റിയിൽ പെട്ട ഒരാളായിരിക്കും അങ്ങോട്ടേക്ക് ജോലിക്ക് എത്തുക. സോ നിങ്ങൾ നല്ലൊരു ജോലിയാണെങ്കിൽ ഒരു കാരണവശാലും അത് കളയാണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഇപ്പം UAE ഒരുപാട് പുതിയ നേഴ്സിംഗ് കോളേജുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ നേഴ്സിംഗ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, അവർക്ക് പുതിയ UAE നിയമപ്രകാരം അവർക്ക് എക്സ്പീരിയൻസ് വേണ്ട. നമ്മളുടെ പലർക്കും അറിയാം, നമ്മൾ ഇവിടെ തന്നെ പോസ്റ്റ് BSc ചെയ്ത് കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ വിത്തൗട്ട് എക്സ്പീരിയൻസിൽ നമ്മൾ UAE പഠിച്ചതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജോലിക്ക് കയറാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വിത്തൗട്ട് എക്സ്പീരിയൻസിൽ അവരെ ജോലിക്ക് എടുക്കണമെന്നുള്ളതാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികളും ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുകയാണ്. ഈ നഴ്സിംഗ് മന്ത്രാലയത്തിൻ്റെ ജോബ് പോർട്ടലിൽ നമ്മൾ ഒരുപാട് ജോബിൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് പലതിലും അപ്ലൈ നൗ എന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ വലിയ ഹോസ്പിറ്റലിൻ്റെ ക്രൈറ്റീരിയ. ENGLISH പാസ്സായിട്ടുള്ള, യൂറോപ്പിലെ നാഷണാലിറ്റി ആയിട്ടുള്ള, യൂറോപ്പ് പാസ്പോർട്ടുള്ള ആൾക്കാർക്ക് മുൻഗണന. സെക്കൻഡ് മുൻഗണന അവർ കൊടുക്കുന്നത് ഇവിടെ തന്നെ UAE പഠിച്ചിട്ടുള്ള UAE നാഷണാലിറ്റി എപ്പോഴും മുൻഗണനയുണ്ട്. അതർ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള അറബ് സ്പീക്കിംഗ് UAE പഠിച്ചിട്ടുള്ള, UAE എഡ്യൂക്കേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് അടുത്ത മുൻഗണന. ഇതും കഴിഞ്ഞിട്ടാണ്
നമ്മളെപ്പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള നേഴ്സുമാർക്ക് വരെയും ഇവിടെ മുൻഗണന കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ വേക്കൻസി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വേക്കൻസി, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, ഡെയിലി ജോബുകൾ വരുന്നു, വേക്കൻസീസ് വരുന്നു. ഇവിടെ ഒരു വേക്കൻസിക്കും ബുദ്ധിമുട്ടുകളില്ല. വേക്കൻസികളും ഓപ്പർച്യൂണിറ്റികളും ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ്റെ ഒരു പൊസിഷനിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് പണ്ടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് വന്നാൽ അത്യാവശ്യം നല്ല മാർക്കും നല്ല കഴിവുമുള്ള കുട്ടികളാണെങ്കിൽ നേരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഹോസ്പിറ്റലിൽ കയറാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ കയറാൻ പറ്റില്ല. നമ്മൾ ചിലപ്പം ഒരു ക്ലിനിക്കിലൊക്കെ കയറി പയ്യനെ ആ ഒരു പൊസിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ ഉള്ള ഒരു ഹോസ്പിറ്റലിലെ നല്ലൊരു ജോലി കളഞ്ഞ് ചെറിയൊരു സാലറി ഹൈക്കിന് വേണ്ടി നിങ്ങൾ മറ്റേ സ്ഥലത്തേക്ക് നോക്കരുത്. 2 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു, എനിക്ക് സാലറി ഇൻക്രിമെൻ്റ് ഇല്ല, ബുദ്ധിമുട്ടാണ്, മാറണം എന്ന് തോന്നി റിസൈൻ ചെയ്തതിന് ശേഷം ജോലി നിങ്ങൾ ഒരു കാരണവശാലും അന്വേഷിക്കരുത്. ആദ്യം നിങ്ങൾ ജോലി അന്വേഷിക്കുക, ജോലി കിട്ടിയതിന് ശേഷം മാത്രം റിസൈൻ ചെയ്യുക. ഞാൻ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികളോട് പറയുന്നത്, UAE ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നിങ്ങൾ UAE നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു ജോലി ശരിയായിട്ടേ അവിടുന്ന് റിസൈൻ ചെയ്യാവുള്ളൂ. അവിടുന്ന് ഇറങ്ങിയിട്ട് ജോലി അന്വേഷിക്കാം എന്ന കൺസെപ്റ്റിൽ നിങ്ങൾ ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഒരുപാട് പുതിയ കോളേജുകൾ വരുന്നുണ്ട്. ആ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കാണ് ഇനി പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക, അത് ഹോസ്പിറ്റൽ സൈഡിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഓരോ ഇൻഫർമേഷനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയ എൻ്റേതായ ഒരു എക്സ്പ്ലനേഷനാണിത്. ആ രീതിയിൽ കാണുന്നവർക്ക് കാണാം, അതല്ല ഇതിൻ്റെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവാം. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണിത്. സോ നിങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കി റൈറ്റ് ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ഫ്ലോയോ ലൈസൻസിങ് പ്രോസസ്സിങ്ങോ സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് മന്ത്രനെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പിൽ ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.